ഞാൻ ഈ അൾത്താരയിൽ എന്നെ ഇവിടെ നിർത്തിയ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ വാക്കുകളിൽ പിഴവുകളൊക്കെ ഉണ്ടായേക്കാം, എനിക്കത്ര പരിചയമൊന്നുമില്ല ഇങ്ങനെയൊന്നും സംസാരിച്ച്. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്കൊരു ഹാർട്ട് ബീറ്റിനൊരു ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഫുള്ളായിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരുടെയും പ്രഗ്നൻസി ടൈമിൽ ആകെപ്പാടെ അസുഖങ്ങളും കാര്യങ്ങളും DVT എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. ത്രോംബോസിസ്, നമ്മുടെ കാലിലെ ബ്ലഡ് ക്ലോട്ടായി, കാലിൽ മാത്രമല്ല ശരീരത്ത് എവിടെ വേണമെങ്കിലും ക്ലോട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും ആശുപത്രിയുടെ പടി തന്നെ നമുക്ക് ഒരു മടുപ്പായി. അപ്പോൾ ഇനിയും വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും ആശുപത്രിയിലേക്കാണോ മാതാവ് എന്ന് പേടിച്ച് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നു. ഹാർട്ട് ബീറ്റിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഒന്നും പറയാതിരുന്നിട്ട് ഞാനിങ്ങനെ കൃപാസനം പത്രം കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പത്രം തന്നയാൾ ഒരു കുപ്പി തേനും തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തുള്ളി തേനൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ECG എടുത്തു, ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് ടെൻഷൻ തന്നെ. അപ്പോൾ ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം അവിടെ തന്നെ എനിക്കിങ്ങനെ തോന്നുക ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ സയൻസ് പഠിച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഹീമോഗ്ലോബിനൊക്കെ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വെറുതെ തന്നെ തോന്നുക. എനിക്ക് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പോയി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ റിസൾട്ട് ഒരു 8.9 അങ്ങനെ എത്രയും കണ്ടോ കിട്ടിയത്. അപ്പോൾ അതായിരുന്നു കാരണം. ഡോക്ടറെ കണ്ടു. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, ഇതാണോ ഡോക്ടറെ കാരണമെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്കിങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാൽ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വയറ്റിലാകെപ്പാടെ പ്രശ്നം. ഒന്നെങ്കിൽ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്നു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2 ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഇവരെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെ എല്ലാം ആയപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഉടമ്പടി തൈലം നാക്കിൽ കുരിശ് വരയ്ക്കും, തേൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആയപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞാൽ 11 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയി. നമുക്ക് അത്രയൊക്കെ മതി, എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. പിന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഇവിടെ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ സമയത്തെല്ലാം ഞാൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് PSC പഠിത്തം. അപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കും ഇതുവരെ ഒന്നും ആയില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ജോലിയൊന്നും ആയില്ലേ, വീട്ടുകാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും. ഈ ചോദ്യമെല്ലാം കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മനസ്സിൽ. ഒരു ജോലിയില്ല എന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഈ സങ്കടം വെച്ച് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ സമയത്താണ് ഞാൻ